ചാക്കോച്ചൻ ഒരു വണ്ടർഫുൾ ഒരു കോ ആക്ടറാണ്. അതിനേക്കാൾ ഉപരി ഒരു വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഉന്മാദത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റായി എന്ന് വേണം പറയാൻ. അതെ, എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെയായിരിക്കും. ഒരാൾ വീക്ക് ആണെങ്കിൽ മറ്റേ ആൾ കുറച്ച് സ്ട്രോങ് ആയേ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തെങ്കിലും ഒരു ആക്ടർ ആവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് നമ്മളിപ്പം പറയുമ്പോൾ ലിജോമോളെ വെച്ചിട്ട് നമുക്കൊരു പോലീസ് സ്റ്റോറി ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ചെയ്യുമെന്ന് വിചാരിച്ചു. നമ്മളൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവരും കൂടെ സമ്മതിച്ചാൽ ചെയ്യാൻ ഇഷ്ടം പോലെ ലേഡീസിനെ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ. ഇപ്പോൾ ജയ്ബീം ചെയ്യുന്ന സമയത്ത് എനിക്ക് തമിഴിൽ എനിക്ക് ഇഷ്ടമുള്ള വൺ ഓഫ് ദ ആക്ടേഴ്സിൽ ഒരാളാണ്. സൂര്യയുടെ കൂടെ എന്തെങ്കിലും അഭിനയിക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ഒരു ഭാവന ലോകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയെക്കാളും ജെന്യൂനിറ്റി നമ്മൾ അനുഭവിച്ച് നമ്മൾ കാണുന്ന, ഇപ്പം എൻ്റെ അനുഭവത്തിലുണ്ടാകുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതിൽ നിന്നാണ് നമ്മളൊരു കഥ രൂപപ്പെടുത്തിയെടുക്കുക. പിന്നെ സിനിമയിൽ നമ്മളെപ്പോഴും വരിക, അത് കിട്ടുക എന്നുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞു, നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുക, അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കൊതിയാണ്. പണ്ട് തണ്ടും തടിയും നോക്കിയിട്ടായിരുന്നു പോലീസിലെടുത്തോണ്ടിരുന്നത്. PSC പോലീസിലേക്ക് ആളെടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യകാലത്തിൽ SSLC ആയിരുന്നെങ്കിൽ ബേസിക് ഇത് പറയുമ്പോൾ ഇപ്പം അവിടെ വരുന്നത് മുഴുവൻ പിന്നെ PGക്കാരും ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് വരുന്നത്. ഉന്മാദം സിനിമയുടെ കാസ്റ്റാണ് ഇന്ന് കൂടെ ഉള്ളത്. ലിജോമോൾ, കൃഷ്ണപ്രഭ ആൻഡ് ഷാജി മരാട്. വെൽക്കം. താങ്ക് യു. ഇപ്പം ഷാഹി കബീറിൻ്റെ സ്ഥിരം സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു പോലീസ് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്ടേഷനും ആ ഒരു ഡാർക്ക് മൂഡിലുള്ളത് തന്നെയാണ്. പക്ഷെ എന്തായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഉന്മാദത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഇതിന്റെ ട്രെയിലർ ലോഞ്ചിന് ഷാഹിക്ക് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിനിമ നമ്മൾ ചിലപ്പോൾ 2 അതിൽ കൂടുതലോ തവണ കണ്ടേക്കും. കാരണം ഇതിനു മുമ്പുള്ള സിനിമകളൊന്നും അത് മോശമായതുകൊണ്ടല്ല, പക്ഷെ ഈ പറയുന്ന പോലെ ഒരു ഡാർക്ക് സ്വഭാവമുള്ളത് കൊണ്ടല്ലേ നമുക്കൊരു വല്ലാത്തൊരു വിങ്ങൽ തരുന്ന കഥകളായിരിക്കും ഇതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെ. ഇപ്പോൾ ഈ സിനിമ അങ്ങനെയൊരു സിനിമയല്ല. നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള ഷാഹിക്കയുടെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റർ നോട്ടിലുള്ള ഒരു സിനിമയാണ്. ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു പ്രോപ്പർ ക്ലോഷർ തന്നിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള സിനിമകളിലൊന്നും അത് ഉണ്ടായിട്ടില്ല. അതാണ് എല്ലാവർക്കും ഈ പറയുന്ന ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്വഭാവത്തിലേക്ക് ഈ സിനിമയെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു പ്രോപ്പർ ക്ലോഷർ ഉണ്ട്. പിന്നെ ഇതേപോലെ ഇതിലൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റും എല്ലാം വന്നിട്ട് കുറച്ചും കൂടി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നൊരു സിനിമ തന്നെയാണ് ഉന്മാദം. ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും. ഷാഹി സാർ, എങ്ങനെയുണ്ട് ഇപ്പം ഷാഹി കബീറിന്റെ സംവിധാനത്തിൽ റൈറ്ററായിട്ടിരുന്നു, അദ്ദേഹത്തിന്റെ ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹം എഴുതിയ സിനിമയുടെ ക്യാമറയുടെ മുന്നിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ഉന്മാദത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ? ഒന്നാമത് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സാധനം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം സിനിമയ്ക്ക് മുമ്പുള്ള സൗഹൃദവും പോലീസിൽ ഒരുമിച്ച് ജോലി ചെയ്തതിൻ്റെ പരിചയവും ഇതെല്ലാം ഒരുമിച്ചുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ നായാട്ടിൽ ഇതേ വേഷം ചെയ്തിട്ടുണ്ട്. ഷാഹി കബീർ എഴുതുന്നു, ഇതിൽ വന്നിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റിൻ്റെ തുടക്കം മുതൽ ഇത് ഞങ്ങൾ ആ സൗഹൃദങ്ങൾ എപ്പോഴും ഒരുമിച്ചുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഏത് സ്ക്രിപ്റ്റിൻ്റെയും തുടക്കം മുതൽ എനിക്കറിയാം ഇതെങ്ങനെയാണ് വളർന്നു വരുന്നതെന്നും എന്താണ് അവൻ്റെ പോക്കെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഓൾറെഡി കഥ മുമ്പേ അറിയാം. സിനിമയ്ക്ക് മുമ്പേ ഇവരെല്ലാം കേൾക്കുന്നതിന് മുമ്പ് അതായിട്ട് കേട്ടിട്ടുള്ള ഫസ്റ്റ് ഓഡിയൻസ് ആണ് ഞാൻ. ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുമോ? ഞങ്ങളുടെ അഭിപ്രായം പറയും. സൗകര്യ അവനങ്ങനാണ്, ഒരു വേറിട്ട ചിന്തയാണ്. ഇപ്പം ഞാൻ എഴുതുന്നുണ്ടെങ്കിലും അവൻ്റെ എഴുത്തിനൊക്കെ ഉണ്ടാകുന്ന അതുകൊണ്ടാണ് അവൻ വേറെ വ്യത്യസ്തമായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്, വ്യത്യസ്തമായ കഥകൾ പറയുന്നു എന്നുള്ളത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. അഭിനയിച്ച് കഴിയുമ്പോൾ തന്നെ പറയും വേണ്ടായിരുന്നു, വേറെ ഒരാളെ വിളിക്കായിരുന്നു എന്നൊക്കെ പറയും. ആ സൗഹൃദം കൊണ്ട് പറയുന്ന ഇതിൻ്റെതാണ്, ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്. അതെ. ഇപ്പം കൃഷ്ണപ്രഭ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കോമഡി അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൂടെ ആണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഉന്മാദത്തിലേക്ക് ഇപ്പം ഷാഹി കബീറിന്റെ ഒരു കഥാപാത്രമായിട്ട് വരുമ്പം എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അപ്പോൾ ദൃശ്യം അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചെയ്യേണ്ടത്. അപ്പം ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ദൃശ്യം 2-ലാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് നമ്മൾ ഇമോഷണലി എല്ലാം ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഉന്മാദത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റായി എന്ന് വേണം പറയാൻ. അതെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൃശ്യത്തിലെ ആ മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ അന്ന് ആ സീനിൻ്റെ ഒരു ഇതിൽ അന്ന് കരഞ്ഞിട്ടുള്ള സീൻസും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രത്തോളം കോൾസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്യുമോ എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തോ ഭാഗ്യത്തിന് സക്സസ് ആയി. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചല്ല ഇനി അങ്ങനത്തെ കുറച്ച് ഇതായിട്ടുള്ള ക്യാരക്ടറായിരിക്കുമോ വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, ഇപ്പോൾ ഉന്മാദത്തിൽ വീണ്ടും ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്ന പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. നമുക്കൊരു സോഫ്റ്റ് വേർഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ?
ഞാൻ നല്ല നെയ്ബേഴ്സ് ആയിരിക്കും. അതാണ് നമുക്ക് എപ്പോഴും ഒരു അനുഗ്രഹമല്ലേ നല്ല അയൽവാസികൾ. മാതൃകയാക്കാൻ പറ്റുന്ന നല്ല അയൽവാസികൾ എപ്പോഴും നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അത് കാര്യത്തിലൊക്കെ അതുപോലെ ഒന്ന് ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ലിജോമോൾ ഇതിൽ സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. ഇപ്പം ലിജോമോളുടെ ഒരു ഫിൽമോഗ്രാഫി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിൽ തുടങ്ങിയ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലൈറ്റ് ഹാർട്ടഡ് ക്യാരക്ടേഴ്സും JBMലെ പോലത്തെ ക്യാരക്ടേഴ്സും അത് നമുക്ക് കുറച്ചധികം നാൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അവിടെ നിന്ന് ഇപ്പോൾ ഉന്മാദം വരെ എത്തി നിൽക്കുമ്പോൾ ലൈക്ക് ഒരു ലോങ് ജേർണി തന്നെ ഉണ്ട്. അതും ഇത്രയും നല്ല ക്രൂവിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം പൊന്മാനെ പറ്റി ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിലെ ആ സിനിമയും കഥാപാത്രങ്ങളും എല്ലാം. അപ്പോൾ സൗമ്യ വരെ എത്തി നിൽക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു ജേർണി നോക്കുമ്പം ലിജോമോൾ ലൈക്ക് എത്രത്തോളം ആ ഒരു പ്രോഗ്രഷൻ കാണുന്നുണ്ടാവും? എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ JBMന് ശേഷം എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഈ പറയുന്ന ഇപ്പം പറഞ്ഞതുപോലെ എനിക്ക് വളരെ ലൈറ്റർ നോട്ടിലുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലുമൊക്കെ രീതിക്ക് കുറേ അധികം ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് എനിക്കിപ്പോൾ കൂടുതലും വരുന്നത്. പക്ഷെ അതിൽ തന്നെ വളരെ വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങളാണ് ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊന്മാനിലുള്ളത് ഒരു കഥാപാത്രം പോലെയല്ല ഇപ്പോൾ ബേബി ഗേളിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ബേബി ഗേളിലേതോ അല്ലെങ്കിൽ പൊന്മാനിലെയോ ഒരു ക്യാരക്ടറിനെ പോലെ അല്ല തീർച്ചയായിട്ടും ഉന്മാദത്തിലെ സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇപ്പോൾ സൗമ്യയെ കുറിച്ച് പറയാനാണെങ്കിൽ പേര് മാത്രമേ സൗമ്യമായിട്ടുള്ളൂ. കുറച്ച് ലൗഡായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിലെ ഷെല്ലി എന്ന് പറയുന്ന ഇപ്പോൾ ചാക്കോച്ചൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ വളരെ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം വീക്ക് ആയിട്ടുള്ള, അത് പ്രൊഫഷണൽ ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഇമോഷണലി ഒക്കെ വീക്ക് ആവുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് സിനിമയിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ കുറച്ച് ആ ഒരു ക്യാരക്ടറിനല്ല ഷെല്ലിയെ കുറച്ചുകൂടി ഒന്ന് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് സൗമ്യയുടേത്. അപ്പോൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ആയിരിക്കും, ഒരാൾ വീക്ക് ആണെങ്കിൽ മറ്റേ ആൾ കുറച്ച് സ്ട്രോങ് ആയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സൗമ്യയുടെ ക്യാരക്ടറാണ് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ളൊരു കഥാപാത്രം സൗമ്യയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ കുറച്ചൊരു ഈ പറയുന്ന ഒരു 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 എന്താ ഒരു ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഇപ്പൊ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സൗമ്യയുടേതായിരിക്കും. ചാക്കോച്ചന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ചാക്കോച്ചൻ ഒരു വണ്ടർഫുൾ ഒരു കോ ആക്ടറാണ്. അതിനേക്കാൾ ഉപരി അത്രയും നല്ല, അതിനേക്കാൾ ഉപരി ഒരു വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ ഞാൻ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് അടുപ്പമുള്ള, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടായാലും അല്ലെങ്കിൽ എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകളോടൊക്കെ ഞാൻ പറയായിരുന്നു ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഇപ്പം അത്രയും കംഫർട്ടബിളാണ്. അപ്പം അതുപോലെ അത്രയും പ്രൊഫഷണലാണ്. ഇപ്പോൾ നമ്മളൊരു സെറ്റിലെത്തി ഒരു 5 മിനിറ്റിനുള്ളിൽ റെഡിയായി വരുന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും വേറെ മേക്കപ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ 5 മിനിറ്റിലൊക്കെ ഇങ്ങനെ ആളുകൾ റെഡിയായി വരുന്നത് ഞാൻ തന്നെ എനിക്ക് പോലും കുറച്ച് സമയം എടുക്കും. എനിക്ക് മിനിമം ഇപ്പോൾ എനിക്കൊരു ഹെയർ ചിലപ്പം എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ വിഗ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ മിനിമം ഒരു കഴിച്ചൊക്കെ വരാൻ ഒരു 1 hour സമയം എടുക്കും. മൊത്തത്തിൽ റെഡിയായി ഞാൻ സെറ്റിൽ വന്ന് കഴിച്ച് റെഡിയാവാൻ 1 hour. ചാക്കോച്ചൻ വന്നാൽ 5 മിനിറ്റിനുള്ളിൽ റെഡിയാണ്. അപ്പോൾ അത്രയും പ്രൊഫഷണൽ ആണ് ആള്. പിന്നെ എന്നോടൊന്നുമില്ല, ഇപ്പം കോ ആക്ടേഴ്സിനോട് മാത്രമല്ല, മൊത്തത്തിൽ സെറ്റിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന ഒരേപോലെയാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും വളരെ പ്ലസന്റ് ആയിട്ട് അങ്ങനെ ഇടപഴകുന്ന ഒരു വ്യക്തിയും കൂടി. അപ്പം അത്രയും നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങും കൂടിയാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. ഇപ്പം ഈ പറഞ്ഞ പ്രോഗ്രഷൻ്റെ ഉണ്ടല്ലോ, അതിൽ തന്നെ ഇപ്പം ചാക്കോച്ചൻ്റെ ചെറുപ്പത്തിൽ ചാക്കോച്ചൻ്റെ സിനിമകളൊക്കെ കണ്ടിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പം ചാക്കോച്ചൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന അതൊരു വലിയൊരു പ്രോഗ്രഷൻ ആണല്ലോ. അത് ആഗ്രഹിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ആ സിനിമകളൊക്കെ കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ചാക്കോച്ചൻ ലൈക്ക് അത്രയും നല്ലൊരു ചോക്ലേറ്റ് ഹീറോ ഇപ്പോഴും മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടോ എന്ന് ഡൗട്ടാണ്. ആ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ ഒന്ന് നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പം ഈ ഒരു ലൈക്ക് ഇതൊരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല ഒരു കാര്യം. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തെങ്കിലും ഒരു ആക്ടർ ആവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ചാക്കോച്ചൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊക്കെ ആ ക്യാരക്ടേഴ്സിനോടോ അല്ലെങ്കിൽ ആ സിനിമകളോടോ ആരാധന തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചാക്കോച്ചനെ കാണാൻ അത്രയും സുന്ദരനാണ് എന്നുള്ളതുകൊണ്ട് കണ്ടു വളരുന്ന സമയത്ത് ഈ പറയുന്ന ചോക്ലേറ്റ് ബോയ് ഇമേജോ ഒക്കെ കൊണ്ട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ചാക്കോച്ചൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റണം എന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സിനിമയിൽ വന്നതിന് ശേഷം ആയിക്കോട്ടെ ഞാനങ്ങനെ ഇന്ന ആളുകളുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പം അങ്ങനെ നോക്കി ഇപ്പോൾ തമിഴിൽ സൂര്യ, JBM ചെയ്യുന്ന സമയത്ത് എനിക്ക് തമിഴിൽ എനിക്ക് ഇഷ്ടമുള്ള വൺ ഓഫ് ദ ആക്ടേഴ്സിൽ ഒരാളാണ്. അപ്പം സൂര്യയുടെ കൂടെ എന്തെങ്കിലും അഭിനയിക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് വരുന്ന സിനിമകളിൽ
നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു പോകണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ അങ്ങനെയൊന്നും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഉന്മാദത്തിൽ ചാക്കോച്ചനാണെന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ടായി. എൻ്റെ അനിയത്തി ചാക്കോച്ചൻ്റെ ഒരു വലിയ ഫാനാണ്. അപ്പോൾ ചെറിയ പ്രായം മുതൽ സിനിമ കണ്ടിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഇത് വിളിച്ചു പറഞ്ഞ അനിയത്തിയോടാണ്, ഞാൻ ചാക്കോച്ചൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്കത് എന്നെക്കാളും സന്തോഷിച്ചത് എൻ്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു. പക്ഷേ അത്രയും ഒരു വലിയ മാറ്റമൊന്നും തോന്നിയില്ല. ഇപ്പോഴും കാണാൻ ചാക്കോച്ചനെ നമ്മൾ പണ്ട് കണ്ടതിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ ലുക്കിലാണെങ്കിലും കൂടുതൽ സ്റ്റൈലിഷ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ല. ഈവൻ എനർജി ലെവൽ ആയിക്കോട്ടെ ഒന്നിനും ഒരു മാറ്റവും ഇല്ല. അപ്പം പണ്ട് കണ്ടതിനേക്കാളും ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് നല്ല എന്താ പറയുക കുറച്ചുകൂടി ചാമിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അതേപോലെ ഇപ്പൊ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ പെർഫോമൻസസ് ആയിക്കോട്ടെ ഇപ്പൊ അതിൽ ഞെട്ടിക്കുക. അപ്പൊ അത്രയും നല്ലൊരു ആക്ടറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് അതായിരുന്നു ഒരു സന്തോഷം. ഇപ്പൊ അല്ലാതെ ഞാനൊരു ചാക്കോച്ചന്റെ കൂടെ എന്നുള്ളതിനേക്കാൾ അത്രയും നല്ലൊരു പെർഫോമറുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷം. അല്ല, ഒരു സമയത്ത് ഞങ്ങളുടെ ശത്രുവായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ സമയത്ത് നമുക്ക് എതിര് പെൺകുട്ടികളോട് നമ്മൾ വെച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെൺകുട്ടികളോടൊരു ഇവനാണ് ചാക്കോച്ചനാണ് അന്ന് പെൺകുട്ടികളുടെയൊക്കെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ആരാധന ഇതാണ്. ഇയാൾക്ക് മാത്രം ജീവിച്ചാൽ പക്ഷെ അതല്ല, ആള് നല്ല ആർട്ടിസ്റ്റ് എന്ന രീതിയിലും അവിടെ പ്രൂവ് ചെയ്താണ്. നമ്മൾ പറയേണ്ട ഇതില്ല. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ, ഗ്രൗണ്ട് എർത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, പച്ച മനുഷ്യൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ചിരിച്ച് വളരെ ജെന്യൂൻ ആയിട്ട് സംസാരിക്കുന്ന, ഈ വിനയം അഭിനയിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. വിനയേന്ദ്രന്മാർ ഇഷ്ടം പോലുള്ള നാടാണ്, ഒരു ഇൻഡസ്ട്രി കൂടെ ആണല്ലോ ഇത്. കാണുമ്പോഴുള്ള ഭയങ്കര ഇത് അതല്ല, അതിനപ്പുറത്തേക്ക് ഒറിജിനൽ. ഓക്കെ, ഇപ്പം സാറിൻ്റെ എഴുതിയിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇലവേട പൂഞ്ചരാണല്ലോ, മുയർ, അങ്ങനെയുള്ള സിനിമകൾ നോക്കിയാലും ഇപ്പോൾ ഷാഹി കബീറിൻ്റെ സിനിമകൾ നോക്കിയാലും എല്ലാം ഒരു പോലീസ് സ്റ്റോറീസ് ഉണ്ടല്ലോ. ഇതിലെല്ലാം കഥാപാത്രങ്ങളുടെ ഒരു ഗ്രേ ഷെയ്ഡുമാണ് നമുക്ക് കാണാൻ, ലൈക്ക് എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ നമുക്കിപ്പം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത സിനിമയായിരുന്നു റോന്ത് എന്ന് പറയുന്ന ഷാഹി കബീറിൻ്റെ റോന്ത് എന്ന് പറയുന്ന സിനിമ. ഒരുപാട് ഹോണ്ട് ചെയ്ത് കുറച്ച് ദിവസം അതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു. അപ്പം ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇതുപോലത്തെ ഒരുപാട് ഇനിയും കഥകളുണ്ട്. അപ്പോൾ സാറിൻ്റെ റൈറ്റിങ്ങിൽ ഇനിയും അങ്ങനെയുള്ള കഥകൾ ഇനിയും കമ്മിങ് ഇയേഴ്സിൽ വരുന്നുണ്ടാവുമോ? അത് തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഒന്ന് നമുക്കായിട്ട് എടുത്തറിയാവുന്ന കഥയാണ്. നമ്മൾ ഒരു ഭാവന ലോകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയെക്കാളും ജെന്യൂനിറ്റി നമ്മൾ അനുഭവിച്ച് നമ്മൾ കാണുന്ന, ഇപ്പോൾ എൻ്റെ അനുഭവത്തിലുണ്ടാകുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതിൽ നിന്നാണ് നമ്മളൊരു കഥ രൂപപ്പെടുത്തിയെടുക്കുക. അതിന് ഇച്ചിരി കൂടെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ പോലീസ് കഥകളല്ല, പോലീസുകാരൻ്റെ കഥകൾ പറയാൻ പറ്റും. നമ്മളെപ്പോഴും കാണുന്നൊരു പോലീസ് കഥയാണ്. അതിലുപരി അതിലൊരു പോലീസുകാരൻ്റെ കഥയുണ്ട്. നമ്മളിപ്പോഴും ഇതിനകത്ത് എത്ര പേര് ആഗ്രഹിച്ച് വന്നിട്ടുണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ വളരെ കുറേ. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, നമുക്കൊരു ജോലി വേണം, ടെസ്റ്റ് എഴുതിയാന്ന് കിട്ടാവുന്ന ഏറ്റവും അടുത്ത് ജോലി കിട്ടാവുന്ന ജോലി പോലീസാണ്. ആഗ്രഹിച്ചു വന്നതല്ല, ഇപ്പം ഇതിലേക്ക് ഇഷ്ടമാണ്. ആഗ്രഹിച്ചു വന്നില്ലെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടമാണ്. സിനിമയായിരുന്നു പണ്ട് തൊട്ടേ നമ്മുടെ ഈ എങ്ങനെയും സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളെ. എങ്ങനെ ഞാൻ വന്നിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് ഞാൻ പെൻഷൻ പറ്റിയിട്ടാണെങ്കിൽ, ചിലപ്പോൾ പ്രൊഡക്ഷനിലെങ്കിലും ആണെങ്കിലും ഞാൻ സിനിമയിൽ ഞാൻ പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കും, ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എഴുത്തായിരുന്നു, അല്ലെങ്കിൽ ഡയറക്ഷൻ, ഇതൊക്കെയായിരുന്നു നമ്മുടെ പാഷൻ. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ആദ്യം ഈ ഗ്രൂപ്പിൽ എത്തണമല്ലോ. അപ്പോൾ അതിനും ഈ പോലീസ് ജോലി കാരണമായിട്ടാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ ക്യാമ്പിൽ ഷാഹിയും ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സിനിമയിൽ എന്തെങ്കിലും നോക്കിയിട്ട് ആരും അടുപ്പിക്കില്ല. കാരണം പോലീസുകാർക്ക് എന്ത് കഥ പറയാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുപ്പിക്കുന്ന സമയത്താണ് നമുക്കിത് അറിയാമെന്ന് കാണിക്കണമല്ലോ. അങ്ങനെ ഷാഹി ഇൻഗ്ലോറിയസ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം എടുത്തു. അങ്ങനെ കുറച്ച് അവാർഡൊക്കെ കിട്ടിയ സാധനമാണ്. ഞങ്ങൾ പോലീസുകാരും മാത്രം, അതിനകത്ത് എനിക്കൊന്ന് ക്യാമറ ചെയ്യാനെന്ന് അറിയില്ലാത്തതുകൊണ്ടും മ്യൂസിക് സെൻസ് ഇല്ലാത്തതുകൊണ്ടും മാത്രം രണ്ടുപേരെ പുറത്തുനിന്ന് വെച്ച് ബാക്കി അഭിനയിച്ചതും ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ തന്നെ എടുത്തിട്ടൊരു ഷോർട്ട് ഫിലിമുണ്ട്. ഈ ഷോർട്ട് ഫിലിം കാണിച്ച സിനിമയിൽ എത്താം എന്നുള്ളതാണ് ഒരു പരിപാടി. പക്ഷേ അതാദ്യം കണ്ടു. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ പിന്നെ ആ സമയത്ത് എബ്രഷൻ അത് കാണുമ്പോൾ എന്നെ അഭിനയിക്കാൻ വിളിച്ചു. ഒന്ന് അതിനകത്തേക്കൊന്ന് കയറാമല്ലോ, അഭിനയിക്കുക അഭിനയം ചില എന്തായാലും സിനിമയിൽ വരണം, അഭിനയിച്ച് വരാം, എന്നിട്ട് കുറേ പേരെ പരിചയപ്പെട്ട് നമ്മുടെ കഥകൾ പറയാം. ഷാഹി എന്നെ കാണാൻ ലൊക്കേഷനിൽ വരും, ഇങ്ങനെ പരിചയപ്പെടും. ഇങ്ങനെ ആണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് എത്തുമ്പോൾ നമ്മളെ പോലീസിൽ നിന്ന് അനുഭവിച്ച കഥകളും ഉണ്ട് കൂടെ. ഇനി നാളെ ഒരിക്കൽ ഡയറക്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴും ഇനി എഴുതുന്നതുമെല്ലാം പോലീസ് സ്റ്റോറികളാകാനാണ്
കൂടുതൽ ചാൻസ്. ഇപ്പം ഇതിൽ തന്നെ സംസാരിക്കുമ്പോഴും ഇപ്പൊ പാതിരാത്രി എന്ന് പറയുന്ന സിനിമയായിരുന്നു ഇതിലൊരു എക്സെപ്ഷൻ ആയിട്ട് ഒരു ലേഡി ഓഫീസറിന്റെ പെർസ്പെക്റ്റീവിലുള്ള കഥ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് തന്നെ ഉണ്ടാകുമോ ലേഡി ഓഫീസേഴ്സിന്റെ അല്ലെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കഥ പറയുന്നത്? ഇത് നമ്മളിപ്പം പറയുമ്പോൾ ലിജോമോളെ വെച്ചിട്ട് നമുക്കൊരു പോലീസ് സ്റ്റോറി ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ചെയ്യുമെന്ന് വിചാരിച്ചു. നമ്മളൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവരും കൂടെ സമ്മതിച്ചാൽ ചെയ്യാൻ ഇഷ്ടം പോലെ ലേഡീസിനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നേരത്തെ ലിജോമോള് പറഞ്ഞ ഒരു കഴിഞ്ഞ ഇൻ്റർവ്യൂ ആണോ പറഞ്ഞത്, ഈ ലേഡീസ് അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് തന്നെ പോലീസിലുണ്ട്. വനിതാ പോലീസുകാർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് അടുത്ത ഞാൻ എൻ്റെ ഒരു സാധനമായിരുന്നു പോലീസ് ട്രെയിനിങ്. വലിയൊരു പ്രശ്നമാണത്. ഈ പീരിയഡ്സ് ഒക്കെ ആകുമ്പോൾ ഗ്രൗണ്ടിൽ ചെന്നേ പറ്റും. ഒരു ദിവസം അല്ല 2 ദിവസമൊക്കെ അവർക്ക് ഇത് കിട്ടുമായിരിക്കാം. 3-ാമത്തെ ദിവസം പോയി എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണല്ലോ. ചിലർക്ക് ഭയങ്കര പെയിൻ ഉള്ളവരുണ്ടാവും. പക്ഷേ ഇത് ജോലിയാണ്, ട്രെയിനിങ് ആണ്, അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഇവരൊക്കെ അവിടെ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പോലെയല്ല, ഞങ്ങൾ ഓടുന്ന ഞങ്ങൾ ചാടുന്ന ആ ഇതിൽ ഇവർക്ക് ചെയ്യാൻ പറ്റാഴികയല്ല. അവർ ശാരീരിക ആ സമയങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും. ഇപ്പം അതിൽ തന്നെ വിവാഹം കഴിഞ്ഞ് വരുന്ന സ്ത്രീകളുണ്ടാവും, കുട്ടികൾ വീട്ടിലുണ്ടാവും. ചിലപ്പോൾ ഒരു 2 മാസം 3 മാസമുള്ള കുട്ടികളെ വീട്ടിലാക്കിയിട്ട് വരുന്ന അമ്മമാരാ. ആ അമ്മയ്ക്ക് സംബന്ധിച്ചിട്ട് അതൊരു വലിയൊരു ഫീലാണ് ആ ട്രെയിനിങ്ങിന് വരുമ്പോൾ ഉണ്ടാകുന്നത്. ഞാനൊരു കൺസെപ്റ്റ് എടുത്താണ് ഒരു വനിതാ പോലീസുകാർ ട്രെയിനിങ്ങിന് വരുന്ന ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൊഡ്യൂസർമാരും കൂടെ സമ്മതിച്ചാൽ ഈ പലപ്പോഴും ഈ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ളതിന് ഈ ചാൻസസ് കുറയുന്നുള്ളൂ. ഇപ്പോൾ വാഴ 3 അനൗൺസ് ചെയ്തപ്പോഴാണെങ്കിലും അതിങ്ങനെ ലൈഫ് ഓഫ് മില്യൺ ഗേൾസ് അങ്ങനെ വന്നപ്പോൾ തന്നെ അതിനെതിരെ കുറേ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ളതിന് ഇങ്ങനെ ഒരു പ്രശ്നം കാണും. കുറെ കാലത്തെ കാഴ്ചയുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വിശദമായിട്ട് നോക്കി പണ്ട് മുതൽ ഇപ്പൊ ശാരദാമ്മ മുതൽ ഇങ്ങോട്ടുള്ളവര് ഈ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് ഇഷ്ടം പോലെ ക്യാരക്ടറുകൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നിലനിൽക്കുകയും ചെയ്യും, കാണുകയും ചെയ്യും. എന്താണ് സ്ത്രീകളുടെ ആ ഒരു സൈഡിൽ നിന്ന് പറയാൻ നമുക്ക് പറ്റും. അത് കാണാൻ ഇവിടെ ഓഡിയൻസും ഉണ്ട്. എന്തോ കുറച്ച് പേരിത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ്. പുരുഷ ഹീറോയിസം എന്നുള്ള സാധനം, ഹീറോയിസം എന്ന് പറയുന്നതിലെ ആ പുരുഷത്തെ എടുത്ത് മാറ്റിയാൽ ഹീറോയിസം ഒരു വുമൺ ചെയ്താലും ഹീറോയിസമാണ്. ഇവിടെ ചെയ്തിട്ടുള്ള ഇപ്പോൾ കിരൺ ബേദിയുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഹീറോയിസമാണ്. പൂലൻ ദേവിയുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഹീറോയിസം തന്നെയാണത്, വൻ ഹീറോയിസമാണ്. ഇവിടെ വീരപ്പനെ, അതിലെ നെഗറ്റീവ് ഷെയ്ഡല്ല ഞാൻ പറഞ്ഞത്, വീരപ്പനെ ആഘോഷിക്കുമ്പോൾ പോലും ഒരു ഹീറോയിസം പറയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ചെയ്ത ഒരാളാണ് പൂലൻ ദേവി എന്ന് പറയുന്ന ഒരു ഹീറോയിസം. കിരൺ ബേദി എന്ന് പറഞ്ഞൊരു ഓഫീസർ ഇവിടെ നടത്തിയിട്ടുള്ള വൻ ഇതാണ്. പക്ഷേ അത് എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് പേര് പറയുന്നു അല്ല എന്ന് പറയുന്നതിന്റെ ഭാഗമായിരിക്കാം. മാറ്റം വരും, പിന്നെ ഉറപ്പായിട്ടും വരും. അതെ. ഇപ്പം കൃഷ്ണപ്രഭ ഇപ്പം ഈ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ഇപ്പം ഡാൻസറാണ്, ഈ ആക്ടിങ് ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം? ലൈക്ക് ആക്ടിങ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഇത് തന്നെയായിരുന്നു ഞാൻ പഠിച്ചതും എൻ്റെ ഗ്രാജുവേഷനും എല്ലാം ഡാൻസ് തന്നെയായിരുന്നു. ഞാൻ പഠിച്ചത് തന്നെയാണ് എൻ്റെ തൊഴിലായിട്ടും ഞാൻ ചെയ്യുന്നത്. ഞാൻ അതുപോലെ ആഗ്രഹിച്ചാണ് അഭിനയിക്കാൻ സിനിമയിൽ വന്നത്. അപ്പൊ അതിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടുമില്ല, ഇങ്ങോട്ട് ചിന്തിക്കത്തുമില്ല. എനിക്കത് ചിന്തിക്കുമ്പോ തന്നെ ഞാനത് എനിക്ക് അങ്ങനെ വലിയ ഉത്തരവൊന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് എന്റെ ലൈഫ്. ഞാൻ പഠിച്ചത് തന്നെയാണ് ചെയ്യുന്നത്, ഇത് തന്നെയാണ്. ഞാനിപ്പോ നേരത്തെ പോലീസുകാരുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ. അപ്പം ഞങ്ങളായിരുന്ന അവിടുത്തെ ഒരു SI സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ അവിടെ നിന്നിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അന്ന് പുള്ളിയുടെ ഒരു ടെൻഷൻ കാണണമായിരുന്നു. അന്ന് ഇവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്തോ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പം മിസ്സിങ് എണ്ണി നോക്കിയപ്പോൾ ശരിക്കും മിസ്സിങ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സാർ അനുഭവിച്ച ടെൻഷൻ വൈഫിൻ്റെ അടുത്തൊക്കെ പറയണ്ടായിരുന്നു. ഭയങ്കര ടെൻസ്ഡ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാലും ഞാനും ഷാജേട്ടനും ഒന്നും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാജേട്ടൻ പറയാം, ശരിക്കും നമ്മളൊരു പോലീസുകാരെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഇതല്ലേ കണ്ടു. പുള്ളി അനുഭവിച്ച ഒരു ടെൻഷനും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദൈവമേ ശരിക്കും സാധാരണ ആൾക്കാർ തന്നെയാണല്ലോ ഇവരെന്നുള്ളത്. ഇവർക്കൊരു മകളാണ്, ഞങ്ങളായിരുന്ന വീട്ടിലൊരു മകളാണ്. മോള് ട്രിവാൻഡ്രത്ത് പഠിക്കുക. അപ്പൊ ഷാജേട്ടൻ എന്തോ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അച്ഛൻ പോലീസിലാണല്ലോ, SI ആണല്ലോ, അപ്പൊ മോളെയും ഇതിലേക്ക് ഇറക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചോ. അപ്പൊ തന്നെ പുള്ളി പറഞ്ഞു ഇല്ല എനിക്ക് പറ്റൂല, ഇനി പറ്റൂല എന്ന് പറഞ്ഞു. പേടിയും കൊണ്ടാണോ? അതല്ല, നമ്മൾ സ്ട്രെസ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പറയും ആ പോലീസുകാരൻ ഇപ്പൊ ട്രാഫിക് നിൽക്കുന്ന ഒരു ഇതിൽ പറയുന്നതാണ്. ഇപ്പൊ ട്രാഫിക് നിൽക്കുന്ന ഒരു പോലീസുകാരൻ, നിങ്ങൾ വണ്ടി ജസ്റ്റ് സിഗ്നലിൽ വീഴുന്നതിന് ജസ്റ്റ് മുമ്പ് എടുത്തുപോയി
ചിലപ്പോൾ മോശമായിട്ട് സംസാരിച്ചു. നമുക്കൊരു പരാതിയാണ്. പക്ഷേ തെറ്റല്ലെന്ന് വെച്ചാൽ തെറ്റാണ്, ആ പോലീസുകാരൻ ചെയ്ത തെറ്റാണ്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വൈഫ് എന്നോട് പറയുന്നു വൈഫിനും പല്ലുവേദനയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് പനിയാണ്, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ശരി, നോക്കട്ടെ, ലീവ് കിട്ടുമെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ. ഇത് കണ്ടിട്ടാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് വരുന്നത്. സ്റ്റേഷനിലേക്ക് വന്ന് നമ്മൾ ലീവ് പറയാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അവിടെ ആൾ കുറവായിരിക്കും. ഒന്നാമത് നമ്മുടെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ 600 പേർക്കൊരു പോലീസോ 800 പേർക്കൊരു പോലീസ് എന്നാണ് അവിടെ റേഷ്യ ഉള്ളത്. അപ്പോൾ അത്രയും കേസുകളും പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിന് പോകണം. വൈഫിനോട് നമുക്ക് പറയാം, ഇതുപോലെയാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറയാം. പക്ഷെ കൊച്ചിന് പനിയാണെന്ന് പറഞ്ഞാൽ വൈഫും പ്രതികരിക്കുന്നതും മറ്റൊരു പ്രതികരിക്കുന്നതും വേറെ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ടെൻഷനും ബുദ്ധിമുട്ടുമായിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ലീവ് വെക്കുമ്പോഴത്തേന് ലീവും ഇല്ല, ഒന്നുമില്ല, മര്യാദയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറയുന്ന മേലുദ്യോഗസ്ഥൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത്, തലേന്നുണ്ടായ കേസ് എഴുതി തീർത്ത് കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നം അനുഭവിച്ച് വന്ന് ട്രാഫിക്കിൽ നിൽക്കുകയായിരിക്കും. നമ്മുടെ മനസ്സിൽ എന്തായാലും മനുഷ്യനാണല്ലോ, നമ്മുടെ അച്ഛനാണ്, ഭർത്താവാണ്, മകനാണ്, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. അതും എടുത്തുകൊണ്ട് അവിടെ പോയി നിൽക്കുമ്പോഴായിരിക്കും കാറും എടുത്ത് നിങ്ങൾ വരുമ്പോഴത്തേന് നമ്മൾ സ്റ്റോപ്പ് കാണിച്ച് നിൽക്കാതെ മുന്നോട്ട് കയറുമ്പോൾ ഇതെല്ലാം ഉള്ളിൽ കിടപ്പും. ഫ്രസ്ട്രേഷൻ എങ്ങനെയും അറിയാൻ പുറത്തു പോകുന്നതാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഞാൻ എന്തിനാണെന്നത് ഇപ്പം അവരെ പറഞ്ഞ്, അവർക്കത് അറിയില്ലല്ലോ, അവർ നോർമലി വരുന്നതാണ്. അത് ഇതാണ്. അപ്പം അതറിയാവുന്ന നമ്മളൊരിക്കലും ഇപ്പം എൻ്റെ മോനോട് ചോദിച്ചാൽ നീ പോലീസ് ആണെന്നുള്ള ചോദിച്ചാൽ അവൻ അപ്പോഴേ പറയും ഇല്ല, കാരണം നമ്മളെ കിട്ടുന്നില്ലല്ലോ, ആവശ്യങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഈ സ്ട്രെസ്, നമ്മുടെ ടെൻഷൻ, ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർ തന്നെ പറയും ഇല്ല. അല്ലെ തന്നെ നമ്മൾ പറയും അയ്യോ വേണ്ട, നമ്മളനുഭവിച്ചു. പക്ഷെ പറയാൻ പറ്റില്ല, അങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്താ വേണ്ടെന്ന് വെച്ചാൽ വേണം, ഇത് ചെയ്യാൻ ആൾ വേണമല്ലോ ഇവിടെ. അതെ, ഈ പോലീസിന്റെ ഒരു സ്വഭാവം നോക്കി കഴിഞ്ഞാൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതും ഇപ്പം ഉള്ളതും ഈ ഒരു പറഞ്ഞ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് മാറ്റം വരുന്നതായിട്ട് ഇപ്പം തോന്നുന്നുണ്ട്. അതായത് അല്ല എന്ന് വെച്ചാൽ ഇപ്പം കുറച്ചും കൂടെ ഈ പോലീസ് ഓഫീസേഴ്സ് കുറച്ചും കൂടെ സ്വീറ്റ് ആവുന്ന പോലെ ജനമൈത്രിയാണോ ഉദ്ദേശിച്ചത്? ജനമൈത്രി പോലീസ് രണ്ട് കാര്യമാണ്. ഒന്ന്, പണ്ട് തണ്ടും തടിയും നോക്കിയിട്ടായിരുന്നു പോലീസിലെടുത്തോണ്ടിരുന്നത്. PSC പോലീസിലേക്ക് ആളെടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യകാലത്തിൽ SSLC ആയിരുന്നെങ്കിൽ ബേസിക് ഇത് പറയുമ്പോൾ ഇപ്പം അവിടെ വരുന്നത് മുഴുവൻ പിന്നെ PGക്കാരും ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് വരുന്നത്. ഒരു ബാച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന സൈസ് അത്രയും ക്വാളിഫൈ ഉള്ള ആൾക്കാരാണ് വരിക. അവർക്കറിയാം ഇതാണ് വിദ്യാഭ്യാസം ഉള്ളതിൻ്റെ ഒരു ഗുണം കൂടാണ്. അപ്പോൾ ആൾക്കാരുടെ സ്വഭാവം ഇതാണ്, രീതിയാണ്. പിന്നെ പണ്ടത്തെ പോലെയല്ല, പണ്ട് ഇവിടുത്തെ പോലീസിൽ കോട്ടയത്തുള്ളവരത്തും കാസർഗോഡായിരിക്കും ജോലി ചെയ്യുന്നത്. ഇവിടെ എത്താൻ പറ്റത്തില്ല, ഭാര്യയെടുത്ത് എത്താൻ പറ്റില്ല, കുട്ടികളെടുത്താൻ പറ്റത്തില്ല, അവൻ കാണിക്കുന്നത് ഇതൊക്കെ മാറി. ഇപ്പം യാത്രാ സൗകര്യമായി, ഫോണായി, ഫെസിലിറ്റീസ് കൂടി, ട്രെയിനിങ്ങിൻ്റെ സിസ്റ്റം മാറി, മോഡേൺ ഇതായി. ഞാനൊക്കെ അനുഭവിച്ച ട്രെയിനിങ് എന്ന് പറയുന്ന സാധനം ഇത്തിരി ക്രൂവൽ സാധനങ്ങളുടെ ലാസ്റ്റ് സമയങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് ഞാനൊക്കെ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം പല സെക്ഷൻ മാറ്റി ആൾക്കാരുടെ ഇതനുസരിച്ച് പിന്നെ എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളത്, സൈക്കോളജിക്കലി എങ്ങനെ മൂവ് ചെയ്യണം, അങ്ങനെയുള്ള പഠിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു പ്രത്യേകതയാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞൊരു സ്ട്രെസ് ഇപ്പം സിനിമയിൽ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? എല്ലാ ഇൻഡസ്ട്രിയിലും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടല്ലോ. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും പേഴ്സണൽ ലൈഫിനെ ബാധിക്കുക? പേഴ്സണൽ ലൈഫിൽ എനിക്കങ്ങനെ സിനിമയുടെ സ്ട്രെസ്സുകൾ എന്ന് പറയാൻ, ചിലപ്പോൾ ഒരു സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഗ്യാപ്പ് വരുന്നു എന്നുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ലൈനപ്പുകളൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ അത് ഓർത്തിട്ടുള്ള ആങ്സൈറ്റി ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ദൈവാധീനം കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബത്തൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഷൂട്ട് സമയത്ത് പോകാൻ പറ്റാതെ അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരുടെ എന്തെങ്കിലും ഇതിൽ കൂടാൻ, ഇപ്പം ഓണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ നമുക്ക് വീട്ടിലെല്ലാവരുടെയും കൂടെ ബാക്കി എല്ലാവരും ഉണ്ട് എന്നൊക്കെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒരു ദിവസം നമുക്ക് ഒരുമിച്ചൊന്ന് കൂടാനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയങ്ങളിൽ ശരിയാണ് നമുക്കവിടെ ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഒരു വിഷമമാണ്. പക്ഷെ അതൊക്കെ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലായ്പ്പോഴും നമുക്ക് തരുന്ന ഒരു പ്രഷർ എവിടെ നിന്നാന്ന്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ കുറെ കാലം കൂടിയിട്ട് എന്റെ വീട്ടിൽ പോവാണ്. ഇപ്പൊ നാട്ടുകാരുടെ ആദ്യത്തെ ചോദ്യം, ഇപ്പൊ സിനിമയൊന്നും ഇല്ല, 1-2 മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് ചെല്ലുന്നത്. മേ ബി ഒരു 1 വീക്ക് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആളുകളുടെ ചോദ്യം ഇത് അടുത്ത സിനിമ ഏതാണെന്നല്ല, നെഗറ്റീവ് ടോണിലാണ് എപ്പോഴും ഉള്ളതാണ്. ഇപ്പൊ ചിലപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ നമ്മള് ഇപ്പൊ വിജയൊക്കെ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നതാണ്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞിട്ട് ചോദിക്കും അത് നമുക്ക് തരുന്ന ഒരു പ്രഷർ ഉണ്ട്. അല്ലെങ്കിൽ
ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാള് കൂടിയിട്ടാണ് എന്റെ നാട്ടിലേക്കോ വീട്ടിലേക്കോ വരുന്നത്. അപ്പൊ ആളുകൾക്ക് ഇതേ ചോദിക്കാനുള്ള, അപ്പൊ പിന്നെ നമുക്ക് തോന്നുന്നു എന്താ കുറച്ച് നാൾ ഞാൻ പോകുന്നില്ല, അങ്ങനെയുള്ള ഇതൊക്കെയുള്ളു. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ഇപ്പൊ ഒരു നെക്സ്റ്റ് പ്രൊജക്ട് വന്നിട്ടില്ല എന്നുള്ള രീതിക്ക് എനിക്ക് അങ്ങനെ പേഴ്സണലി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ മേജർ ലൈഫ് ഇവന്റ്സ്, ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പോലും, ഇപ്പൊ എന്റെ അമ്മയുടെ ഒരു 60th ബർത്ത്ഡേയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് എല്ലാവരും പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി കുറെ കാലങ്ങൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളിൽ ഓടിയെത്താൻ പറ്റണമെന്നില്ല. അതൊക്കെയുള്ളൂ ഒരു ബാധിക്കുന്നതായിട്ടുള്ള സാധനം. ഞങ്ങൾക്ക് കിട്ടുന്ന സാധനമുണ്ട്, പോലീസിൽ ആണല്ലോ, ജോലി ആയിരിക്കാൻ പറ്റില്ല, കാരണം വരുമാനം കൃത്യമായിട്ട് കിട്ടുന്ന പരിപാടി കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മൾ അഭിനയിച്ചു അല്ല, നമ്മൾ തിരക്കഥ അതിന് തന്നെ എത്ര ടൈം എടുക്കും, ഒരു എഴുതി പിന്നെ ഒരു പ്രോജക്റ്റ് ഓണായി ഷൂട്ടിൻ്റെ പുറകെയൊക്കെ നിന്ന് കുറച്ച് ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്ത് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ആ പടം ഇറങ്ങിയിട്ടുണ്ടാവില്ല, അതിൻ്റെ റിലീസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ചിലർ ചോദിക്കും പടമൊന്നും ഇല്ലല്ലേ, ഞാൻ പിന്നെ അതിന് കൃത്യമായ മറുപടി കൊടുക്കാറുണ്ട്, ഒന്നും ഇല്ലെന്ന്, അവർക്ക് സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയത്, ഇത് നമ്മൾ ഇതിന് പറയാൻ ഉത്തരം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആട്ടോ. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള, പിന്നെ എനിക്ക് എങ്ങനെയൊക്കെയോ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്, മനഃപൂർവ്വം നമ്മൾ എടുക്കാത്ത ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയും ചെയ്തു, ചിലപ്പോൾ ചെയ്ത പടങ്ങൾ റിലീസ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല സിനിമകൾ. അപ്പൊ ഉടനെ ആൾക്കാർ പറയും ഇവർക്ക് പണിയൊന്നുമില്ല ചെയ്യണവരുണ്ട്. അപ്പൊ ഇപ്പൊ ഒന്നും ഇല്ല, ഒരു പണിയില്ല കേട്ടോ, കാരണം അപ്പൊ അവർക്കൊരു സമാധാനം, അവരൊരു സന്തോഷം. നമ്മളെന്തിനാ സന്തോഷം അങ്ങനെ വിചാരിക്കുന്ന അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇല്ലാന്ന് പറയുമ്പോ അവർക്ക് സമാധാനം. അതെ അതെ, എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, മറ്റുള്ളവർക്ക് പലതരത്തിലായിരിക്കും. ഞാൻ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് എന്റെ ഡാൻസ് ആൻഡ് മ്യൂസിക്കും ഷോസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കും. പിന്നെ സിനിമയിൽ നമ്മളെപ്പോഴും വരിക, അത് കിട്ടുക എന്നുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞു, നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുക, അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കൊതിയാണ്. അതിൽ നല്ല ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പം സിനിമ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് സിനിമകൾ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നല്ലൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുക, നല്ല ഡയറക്ടർ, നല്ല റൈറ്റർ, നല്ല ആർട്ടിസ്റ്റ്, ഹീറോ ഹീറോയിൻ, അവരോടൊപ്പം നിൽക്കുമ്പോഴേ നമുക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്കും അതിലുള്ള ഗുണം ഉണ്ടാവുള്ളൂ, സാറ്റിസ്ഫാക്ഷനും ഗുണവും. കാരണം നമ്മൾ എത്ര നല്ല പ്രോജക്റ്റ് കാണിച്ചിട്ടും ചെയ്തിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അതിന്റെ പ്രൊഡക്ഷന്റെ ഒരു ബലം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പം മാർക്കറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഇതിലൊക്കെ ആണെങ്കിലും ഒക്കെ. അപ്പം അത്തരം ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യുക, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു കൊതിയാണ്. അത് കിട്ടണേ എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലുള്ള ഒരു ആങ്സൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ തീർച്ചയായിട്ടും സക്സസ് ആവുക എന്നുള്ളത്, സക്സസ് ആയാലേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ 100 സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലേതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു, ഇപ്പൊ നല്ല പ്രൊഡക്ഷനിലുള്ള പടങ്ങള്, അതിലിപ്പോ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു, അത് നിങ്ങൾ എല്ലാവരും കാണണമല്ലോ, നല്ല ഞങ്ങൾ അതിന്റെ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോ അങ്ങനെ ആഗ്രഹിക്കും. അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ രാജ്യമ്മ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു, ആണും പെണ്ണും എന്ന് പറഞ്ഞ ആന്തോളജിയില്. അതിൽ മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ചെറിയതാണ് പക്ഷേ അത് ചെയ്തിരുന്നത്. പക്ഷെ നമ്മളത് പറയുന്നത് നല്ല പടമായിരുന്നു, കുറേ പേര് ഇത് പറയും. പക്ഷെ അത് ആൾക്കാർ അത്രയും കൂടെ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഗ്രാഫ് വേറൊരു രീതിയിൽ കൂടെ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തേണ്ട ഒന്നായിരുന്നു. അല്ലാതെ എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഇനി സിനിമ കിട്ടിയില്ലെങ്കിൽ നാളെ ഇനി ഞാൻ എങ്ങനെ കഞ്ഞു കുടിക്കുന്നു വിചാരിച്ചിരിക്കുന്നവരാരും ഇപ്പൊ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ എന്തോ ഭാഗ്യത്തിന് നമ്മൾ അത്തരം ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് ആർക്കും, എനിക്ക് അറിയാവുന്നവർക്ക് ആർക്കും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ നമ്മളെ എപ്പോഴും അലട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു കാര്യം, നല്ല ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യാതെ, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഈ സിനിമയുടെ പോസ്റ്ററിലൊക്കെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു എലമെന്റ് ആണ് ഈ പല്ലി എന്ന് പറയുന്നത്. എന്താ ഇപ്പൊ ട്രെയിലറിൽ നമ്മൾ കണ്ടു, അതില്ലാത്ത ഇന്റർവ്യൂസ് ഇല്ലല്ലേ ചോദ്യം എന്താണ് പല്ലിയിലൂടെ അപ്പം ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റിനെ ആയിരിക്കുമോ ഇതില്? എനിക്ക് തോന്നുന്നു ഷെല്ലി എന്ന് പറയുന്ന കഥാപാത്രം കടന്നു പോകുന്ന കുറെ അവസ്ഥകളുണ്ട്. ഷെല്ലിയുടെ ഈ പറയുന്ന ഒരു മാനസികാവസ്ഥകളിൽ ഷെല്ലിക്കൊരു വഴികാട്ടിയാവുന്ന ഒരു എലമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ പല്ലി. അത് സിനിമ കണ്ടു കഴിയുമ്പോഴേ എല്ലാവർക്കും അത്
എന്താണെന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇപ്പോ പല്ലി പക്ഷെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു എല്ലാ title ൽ പോസ്റ്ററിലും തന്നെ അല്ലേ? ചാക്കോച്ചനല്ലേ പോസ്റ്റർ ഉള്ളവരാണ് പേരിൽ തന്നെ ആ ഉന്മാദത്തിന്റെ ഊന്റെ അതില് പല്ലിയുണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാക്ടർ ആണ് പല്ലി. ഈ പറയുന്ന പോലെ ഷെല്ലിയുടെ എന്താ മാനസിക വ്യാപാരങ്ങൾ അല്ലെങ്കിൽ മാനസികാവസ്ഥകളിൽ ഷെല്ലിയോടൊപ്പം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഷെല്ലിക്ക് ഒരു വഴികാട്ടിയാവുന്ന തരത്തിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും പല്ലി. ഷെല്ലിയുടെ പല്ലി. അതെ, ഷെല്ലിയുടെ പല്ലി. അപ്പൊ 31-ാം തീയതി സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഈ സിനിമയോടൊപ്പം കൊണ്ടുപോകാൻ പോകുന്ന ഒരു എലമെന്റ് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ കണ്ടിറങ്ങുന്ന സംതൃപ്തി ഉണ്ടാവും. ഞാൻ മുമ്പേ പറഞ്ഞു ഇതിനൊരു പ്രോപ്പർ ക്ലോഷർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും. ഈ കഥയ്ക്ക് ഒരു പ്രോപ്പർ ക്ലോഷർ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സിലൊരു വിങ്ങൽ എന്നുള്ളതിനൊക്കെ അപ്പുറം തീർച്ചയായിട്ടും നല്ലൊരു സിനിമ കണ്ടിറങ്ങുന്ന ഒരു സംതൃപ്തി എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളതിൽ ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് എന്തായാലും തരാൻ പറ്റും. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. സിനിമ വലിയൊരു വിജയം തന്നെ ആവട്ടെ. ഒരുപാട് ഇപ്പം കിരൺദാസിനെ പറ്റി ഞാൻ പറയാനായിട്ട് വിട്ടുപോയതല്ല. കിരൺദാസിന്റെ ആദ്യ സംവിധാനം കൂടെയാണ്. ഒരു എഡിറ്റർ എന്ന നിലയിൽ കണ്ടിട്ട് അദ്ദേഹം ഒരു സംവിധായകനാവുന്നത് കാണാനായിട്ടും വെയിറ്റിംഗ് ആണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Thank you. താങ്ക് യു.